ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയരെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ഗായകനും സംഗീതജ്ഞനും മഹാകവിയുമായ ദാവീദിനെ കുറിച്ചാണ്. അവൻ യഹൂദ രാജാക്കന്മാരിൽ രണ്ടാമനായിരുന്നു. ശൗലിന്റെ അംഗരക്ഷകനായിരുന്നു. ശൗലിന്റെ മകളെ തന്നെയാണ് അവൻ വിവാഹം കഴിച്ചത്. ഗോലിയാത്ത് എന്ന ഭീകരനെ കീഴ്പ്പെടുത്തിയതിലൂടെ അവൻ ഇസ്രായേൽ ജനത്തിന്റെ രാജാവായി തീർന്നു. അക്കാലത്ത് അവൻ ഇസ്രായേൽ രാജ്യം വലുതാക്കുകയും ജെറുസലേം പിടിച്ചെടുത്ത് തന്റെ മതകേന്ദ്രമായി മാറ്റുകയും ചെയ്തു. ഹല്ലേലൂയ. ആ ദാവീദ് തന്റെ ജീവിതത്തിലെ അനുഭവം തുറന്നു പറയുകയാണ്. സങ്കീർത്തനം 55:17 ഇപ്രകാരം പറയുന്നു: ഞാൻ സന്ധ്യയ്ക്കും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമായിരുന്നു, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കുമായിരുന്നു. പ്രിയരെ, നിരന്തരം നാം പ്രാർത്ഥിക്കണമെന്ന് ദൈവം നമ്മോട് പറയുകയാണ്. ദാവീദ് നമ്മോട് പറയുകയാണ്. ഈ വചനം അത്രയും സ്പഷ്ടമാണ്. ദാവീദിന് ഒരുപാട് യുദ്ധങ്ങളിൽ ദൈവം വിജയം നൽകിയത് എങ്ങനെ? അവൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ പറയുന്നല്ല, ദാവീദ് തന്നെ പറയുന്നതാണ്. ഹല്ലേലൂയ. അവന് രക്ഷയും ശത്രുക്കളിൽ നിന്നും അനേകം രക്ഷയും ദൈവം നൽകുമായിരുന്നു. ഹല്ലേലൂയ. പ്രിയരെ, പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ ആയിരിക്കണമെന്ന് ദൈവം ദാവീദിനോട് നമ്മോട് പറയുകയാണ്. ദാവീദിന്റെ അനുഭവം നമ്മോട് പറയുന്നത് ഇതാണ്: പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ ഹല്ലേലൂയ രാവിലെ വൈകിട്ടും സന്ധ്യയ്ക്കും പ്രാർത്ഥിക്കണമെന്ന്. നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ആരാധന നടന്നുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥന എന്ന ആരാധന അത് ദൈവം കേൾക്കും. അത് ദാവീദ് തന്റെ പ്രാർത്ഥന ദൈവം കേട്ടതായിട്ടും തനിക്ക് രക്ഷ നൽകിയതായിട്ടും തനിക്ക് യുദ്ധത്തിൽ വിജയം നൽകിയതായിട്ടും ദാവീദ് ഇതാ നമ്മുടെ മുമ്പിൽ സാക്ഷീകരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയരെ, ആകിയാൽ പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ എപ്പോഴും പ്രത്യാശയോടുകൂടെ ദൈവം തന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന പ്രത്യാശയോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അവിടെ നിന്റെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും. ഏത് പ്രതിസന്ധി മാറണമെന്ന് പ്രാർത്ഥിച്ചാലും അവിടെ നടത്തി തരിക തന്നെ ചെയ്യും. ഒരു സംശയമില്ല പ്രിയ സഹോദരങ്ങളെ. ആകിയാൽ പ്രാർത്ഥനയിൽ മടുത്തു പോകാതിരിക്കാൻ